ജെഎൻയുവിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ വിവാദ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഡൽഹി പോലീസ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കർശനമായ നടപടി സ്വീകരിക്കുമെന്നും സർവകലാശാലയെ വെറുപ്പിന്റെ പരീക്ഷണശാലയാകാൻ കഴിയില്ലെന്ന് ജെഎൻയു അധികൃതർ അറിയിച്ചു. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ജെഎൻയുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുക? അനുശ്രീ, ജനുവരി 5-ാം തീയതി ജെഎൻയുവിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം, അതിൽ വിളിച്ച മുദ്രാവാക്യമാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് വഴി തെളിച്ചിരിക്കുന്നത്. 5-ാം തീയതി ജനുവരി 5 എന്ന് പറയുന്നത് 6 വർഷം മുമ്പ് വിദ്യാർത്ഥികൾക്ക് നേരെ അവിടെ ആക്രമണം നടന്നിരുന്നു. അതിൻ്റെ വാർഷികം ആചരണമാണ് നടന്നത് എന്നാണ് സർവകലാശാല അധികൃതരും ഒപ്പം തന്നെ ജെഎൻയു വിദ്യാർത്ഥി യൂണിയനും വ്യക്തമാക്കുന്നത്. ജെഎൻയുവിൻ സുരക്ഷാ വിഭാഗത്തിന് ജെഎൻയു സർവകലാശാല സുരക്ഷാ വിഭാഗവും ഒപ്പം തന്നെ വസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷൻ നൽകിയ കത്തിൽ ഇക്കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ പ്രതിഷേധ പരിപാടിക്കിടെ നടത്തിയ മുദ്രാവാക്യമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെയാണ് ആ പരിപാടിയിൽ അത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയത്. കാരണം ഏതാണ്ട് 30 മുതൽ 35 വിദ്യാർത്ഥികളാണ് 5-ാം തീയതി രാത്രി അവിടെ സബർമതി ഹോസ്റ്റലിന് മുന്നിൽ സംഘടിച്ചത്. അതിൻ്റെ സ്വഭാവം പിന്നീട് മാറുകയായിരുന്നു എന്നാണ് ജെഎൻയു അധികൃതർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ ആ പരിപാടിക്കിടെ മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. ആ ദിവസം തന്നെയാണ് ജെഎൻയുവിലെ മുൻ വിദ്യാർത്ഥി കൂടിയായ ഉമർ ഖാലിദിനെ ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചത്. ആ ദിവസം തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടിയും നടന്നത്. ഏതായാലും ഇത് ആദ്യം ബിജെപിയും എബിവിപിയുമാണ് ചോദ്യം ചെയ്തുകൊണ്ട്, വിദ്യാർത്ഥികളുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത്. 30 മുതൽ 35 വരെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. അതിൽ DSFന്റെ പ്രവർത്തകരുണ്ടായിരുന്നു, SFI പ്രവർത്തകരുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഐസയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, ഇവരുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ബിജെപിയും പിന്നീട് എബിവിപിയും രംഗത്ത് വരികയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സർവകലാശാല അധികൃതരുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അതായത് കടുത്ത ഭാഷയിൽ അപലപിക്കുന്ന സർവകലാശാല. അവർ പറയുന്നത് പുതിയ ആശയങ്ങളുടെയും നവീകരണത്തിൻ്റെയും വേദിയാണ് സർവകലാശാല, അവിടെ വിദ്വേഷം വളരാൻ അനുവദിക്കില്ല എന്ന പ്രതികരണമാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യും, അവരെ ഡീബാർ ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ സർവകലാശാല അധികൃതർ ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ പോലീസിന്റെ തുടർ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ JNSU യൂണിയൻ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിഷേധ പരിപാടി നടന്നത് 6-ാം വാർഷികം, നേരത്തെ സർവകലാശാലയിലെ JNU പ്രസിഡന്റ് ഐഷ ഘോഷ് അടക്കമുള്ളവർക്കെതിരെ 2020 ഈ ദിവസം ആക്രമണം നടന്നിരുന്നു. അതിൻ്റെ വാർഷിക ആചരണമാണ് നടന്നത്. മറിച്ച് ഉള്ള പ്രചാരണം ശരിയല്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ വിദ്യാർത്ഥി യൂണിയന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും തുടർ നടപടികളടക്കം അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യും. അനുശ്രീ, രാകേഷ്, ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതികൾക്ക് വേണ്ടിയാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ ഇത് കൂടുതൽ പ്രശ്നം ഗുരുതരമാക്കുകയാണോ ചെയ്യുക? എന്തൊക്കെയായിരിക്കും ഇനി അവിടെ നടക്കാൻ പോകുന്ന നീക്കങ്ങൾ? അതാണ് സൂചിപ്പിച്ച് JNUSUവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം, വിദ്യാർത്ഥി യൂണിയൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണമായി വന്നിട്ടുള്ളത്. അത്തരത്തിൽ 6-ാം വാർഷികം, അതായത് നേരത്തെ 2020 അവിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ ആക്രമണം നടന്നിരുന്നു. അന്നത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിന് നേരെയൊക്കെ തന്നെ കയ്യേറ്റം നടന്നിരുന്നു, അവർക്ക് വലിയ തോതിൽ മർദ്ദനമേറ്റിരുന്നു. അതിൻ്റെ വാർഷികാചരണമാണ് നടന്നതെന്ന വിശദീകരണമാണ് അവരുടെ ഭാഗത്ത്, വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. മറിച്ചുള്ള പ്രചാരണം ശരിയല്ല എന്ന പ്രതികരണം JNUSUവിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്വാഭാവികമായും ഇത് വലിയ വിവാദമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനോടകം തന്നെ വിവാദമായി കഴിഞ്ഞു. ഇനി പോലീസിൻ്റെ നടപടി, പോലീസ് എന്ത് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. ഒരുപക്ഷെ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാം, അത്തരം നടപടികളിലേക്കൊക്കെ തന്നെ പോലീസ് കടന്നേക്കാം. അങ്ങനെയെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ, ഇടവേളയ്ക്ക് ശേഷം JNU വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും BJPയും ABVPയും ഒക്കെ തന്നെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിനോടകം തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അനുശ്രീ, ശരി. രാകേഷാണ് മറ്റൊരു വാർത്ത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.